ഈ ഫാസിസ്റ്റുകളുടെ കയ്യിൽ എത്തിയതിനു ശേഷം നമ്മൾ പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പുകളുടെ അട്ടിമറികൾ നിരന്തരമായി കാണുകയും കേൾക്കുകയും അതിനെതിരെ ഇന്ത്യയിലൊട്ടാകെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികളിൽ കേസുകൾ നടക്കുകയും ചെയ്യുകയാണ്. മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്തൊരവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ ജനാധിപത്യം വഴിമാറിപ്പോവുകയാണ്. ജനങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് 5 വർഷത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. രാജ്യത്തിന്റെ ഭരണഘടനയിൽ നമുക്കെല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് എല്ലാ 5 വർഷവും നടത്താൻ നിഷ്കർഷിച്ചതിന്റെ കാരണം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ജനാധിപത്യ രീതിയിൽ നമ്മൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തുന്ന ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രതീക്ഷകൾക്കൊത്ത് ഉയരാതിരിക്കുകയും ജനവിരുദ്ധരായി മാറുകയും ചെയ്താൽ അവരെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പും വോട്ടെടുപ്പൊക്കെ ഉള്ളത്. പക്ഷെ ആ സ്ഥിതി എന്നാകെ മാറുകയാണ്. ജനങ്ങൾ വോട്ട് ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് നിരവധിയായ തെളിവുകൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ ഫാസിസം മെല്ലെ മെല്ലെ കടന്നുകൊണ്ട് കേരളത്തിലേക്ക് എത്തിയിട്ട് കഴിഞ്ഞ 2-3 വർഷമായി. നിങ്ങൾക്കറിയാം, ഞാനും ആ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് മത്സരിച്ച് ജയിച്ച ഒരു ജനപ്രതിനിധിയെ. എവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിൽ പ്രധാനമായും ഞാൻ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ ചേരിയിൽ നിന്നും വഴിമാറി ഒരു വലതുപക്ഷ ചേരിയിലൂടെ ഫാസിസത്തിലേക്ക് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ പിണറായിയുടെ ഓഫീസും ഉൾപ്പെടെയുള്ളവർ നടന്നതിൽ നിന്നും ഇതൊരു ശരിയായ നിലപാടല്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അതിന്റെ നിരന്തരമായ തെളിവുകൾ അതിനുശേഷം ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫാസിസത്തിന്റെ അവസാനത്തെ തെളിവാണ് മൂടാടി പഞ്ചായത്തിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. ഫാസിസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു മേഖലയിലല്ല, ജീവിതത്തിന്റെ നിഖില മേഖലയിലേക്കും അത് കടന്നു കയറും. അതൊരാൾക്കും നിയന്ത്രിക്കാൻ കഴിയാത്തമുള്ള ഏകാധിപതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യവും ഒരു സംസ്ഥാനവും ഒരു ഗ്രാമവും ഒക്കെ ചലിക്കുന്ന രീതിക്കാണ് ഫാസിസം എന്ന് പറയുന്നത്. അത് മോഡി ഏത് രീതിയിലാണോ കേരളത്തിൽ ഇന്ത്യയിൽ കഴിഞ്ഞ 15 വർഷമായി നടപ്പിലാക്കി വന്നത്, അതേ രീതിയിലേക്ക് സഖാവ് പിണറായി വിജയൻ ചുവട് വെക്കുന്നു എന്ന് ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ 1 വർഷമായി ഇവിടെ ആവർത്തിച്ച് തെളിയിക്കപ്പെടുകയാണ്. നമ്മൾ ആരും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വൻ വിജയത്തിന് കേരളത്തിലുണ്ടായതിന്റെ കാരണങ്ങൾ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയും. പക്ഷെ ആ കാര്യങ്ങൾ ഇപ്പോഴും ബോധ്യപ്പെടാത്ത ഒരാളേ ഉള്ളൂ. ആളെന്ന് പറയുന്നത് കേരളത്തിൽ പിണറായി വിജയനാണ്. നിങ്ങൾ തന്നെ നോക്കൂ, തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് എത്ര പത്രസമ്മേളനം, ആവർത്തിച്ച് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനങ്ങൾ. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് 10 ദിവസം 8 ദിവസം മുഖ്യമന്ത്രിയെ കണ്ടവരെയില്ല, ഒരു മറുപടിയില്ല. ഗോവിന്ദ മാഷ് പറഞ്ഞു കുഴഞ്ഞു എന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്നോ ആ മുന്നണിയിൽ നിന്നോ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ജനങ്ങൾക്കാണ് തെറ്റ് പറ്റിയത്, ഞങ്ങൾക്കൊരു തെറ്റും ഇല്ല എന്ന് പറയുന്നു. ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്ര സമ്മേളനം നിങ്ങളൊക്കെ കണ്ടവരാണ്. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചില മനുഷ്യർക്ക് ഭ്രാന്ത് പിടിച്ചാലുണ്ടാകുന്ന അവസ്ഥ, അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലക്കല്ല, SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരായാലും
മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആ സംഘടനാ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി ആവർത്തിച്ച് നമുക്ക് മൈക്കിലൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ പോലും കഴിയാത്ത വിധമുള്ള വർഗീയത ഈ നാടാകെ പ്രചരിപ്പിച്ചു നടന്നു. തിരുത്താൻ ഒരാളുമുണ്ടായില്ല. ആരാ തിരുത്തിയത്? ഗുരുദേവ വിശ്വാസികളാണ് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ തിരുത്തിയത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം അത് ആ വ്യക്തിയുടേത് മാത്രമാണ്. അത് ഈ സംഘടനയും സമുദായവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. കൊല്ലം ശ്രീനാരായണയുടെ കേന്ദ്രമാണ്. ആലപ്പുഴ ശ്രീനാരായണയുടെ കേന്ദ്രമാണ്. തകർന്നടിഞ്ഞതെങ്ങനെ ഇടതുപക്ഷം? ആരാണ് ഉത്തരവാദി? അവിടുത്തെ ശ്രീനാരായണൻ മുഴുവൻ ഈ വെള്ളാപ്പള്ളിയുടെ നിലപാടിന് ആ ശബ്ദത്തിനെതിരെയാണ് കേരളത്തിൽ വോട്ട് ചെയ്തത്. അതിൽ ഏറ്റവും വലിയ തെളിവാണ്. എന്നാണ് ഇദ്ദേഹം ആരംഭിക്കുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് നിലമ്പൂരിൽ വന്ന് കണ്ട് ആദ്യം പ്രസംഗിച്ചത്. മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ എന്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് ശ്വാസം കിട്ടുന്നില്ല, ഓക്സിജൻ ഇല്ല എന്നവർ പറഞ്ഞു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ കഴിഞ്ഞ 20 കൊല്ലം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ ഘട്ടത്തിലും 10,000 തൊട്ട് 15,000 വരെ BJPക്ക് വോട്ടുള്ള നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. പക്ഷേ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വന്ന് ഈ പ്രസ്താവന നടത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ NDAക്ക് കിട്ടിയത് 6,000 വോട്ടിന്റെ താഴെയാണ്. അവിടെ ഉള്ള ശ്രീനാരായണൻ മുഴുവൻ തിരിഞ്ഞു. ഇത് നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ മതേതര നിലപാട് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ മൂടാടി പഞ്ചായത്തിലുള്ളവർ പോലും. ഈ സദസ്സിലേക്ക് നോക്കിയാൽ ഇവിടെ എല്ലാവരും ഉണ്ട്. ഈ അങ്ങാടിയിൽ നിന്ന് ഒരു കാലിച്ചായ വാങ്ങി 3ആയി പകുത്തു കുടിക്കും. മുഹമ്മദും ഭാസ്കരനും ജോസഫും ഒരു ചായ 3ആയി പകുത്തു കുടിച്ച് രാഷ്ട്രീയവും മതവും സംസ്കാരവും പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്ന സംസ്കാരമുള്ള നാടാണ് കേരളത്തിന്റെ ഗ്രാമങ്ങളും നഗരങ്ങളും. പക്ഷേ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം പിണറായിക്ക് അന്ധകാരം ബാധിച്ചിരിക്കുക. എന്താണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ? നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ? ഒരു ഭരണാധികാരിയുടെ കീഴിൽ നാട്ടിൽ നടക്കുന്ന പല കൊള്ളകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നാട്ടിലുള്ള മുഴുവൻ കൊള്ളയടിച്ചു തീർന്നു. കാലിക്കറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട നിരവധിയായ സ്വർണ്ണ കേസുകൾ, അതിൽ പ്രതിയായവർ, അത് മുക്കിയവർ, അത് കൊണ്ടുപോയവർ, അത് ഒരുക്കാൻ നിന്നവർ, അതിന് തൂക്കം കണക്കാക്കി കൊടുത്ത തട്ടാൻ, എന്തെല്ലാം തെളിവുകൾ നമ്മൾ പുറത്തുവിട്ടു. ആരെങ്കിലും ഒരാൾ കുടുങ്ങിയോ? പൂരങ്കലക്കൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആവർത്തിച്ച് തെളിയിക്കപ്പെടുമ്പോഴും അതിനെ മൂടി വെക്കാനുള്ള ശ്രമം മറുഭാഗത്ത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വന്ന് കേരളത്തിലെ മുഴുവൻ അമ്പലങ്ങളിലും ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഗജരാവ് നീ തുറന്നു നോക്കുമ്പോഴാണ് പടച്ചോനറിയാം വല്ലതും അവിടെ ബാക്കിയുണ്ടോ. പൊതുമുതൽ മുഴുവൻ കൊള്ളയടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിലേക്ക് കയറിയിരിക്കുന്നത്. ഇനി എവിടെയാ കൊള്ളയടിക്കാൻ ബാക്കി? ആരാണ് ഇതിന്റെ ഉത്തരവാദി? ആരാണ് ഇതിന്റെ ഉത്തരവാദി? നമ്മുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇരുന്ന് മൂത്രമൊഴിക്കണമെന്നാ. അപ്പൊ ചൊല്ലുണ്ട്, മൗലവി നിന്ന് മൂത്രമൊഴിച്ചാൽ കുട്ടികൾ മരം കയറി മൂത്രമൊഴിക്കും. നമ്മളെ നാടൻ ഭാഷയിൽ നാട്ടിൽ സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞതുപോലെയല്ലേ നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന, അഴിമതിയുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിച്ചു നിർത്തുന്ന ഉദ്യോഗസ്ഥ കേന്ദ്രത്തിന്റെ പേര് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അവിടുന്ന് നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നില്ല എന്ന് മാത്രമല്ല,
ഈ തരത്തിലുള്ള നിരവധിയായ അഴിമതികൾക്ക് കൂട്ടുനിൽക്കുന്നു, സംരക്ഷണമൊരുക്കുന്നു. ആ രീതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ സംരക്ഷിച്ചു നിർത്തുക. ഞാൻ ഉയർത്തിയ പ്രധാന വിഷയം നിങ്ങൾക്കറിയാം, പോലീസുമായിട്ടുണ്ടായിരുന്നത്. എന്താണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ? കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ കയറി ചെല്ലാൻ സാധിക്കുന്നില്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇടപെടാൻ പൊതുപ്രവർത്തകർക്ക് സാധിക്കുന്നില്ല. അവിടെയൊക്കെ ഉദ്യോഗസ്ഥ മേധാവിത്വവും അവിടെയൊക്കെ വർഗീയതയും കടന്നുകൂടുന്നു. ഇതായിരുന്നില്ലേ ഞാൻ ഉയർത്തിയ ഒരു പ്രധാന വിഷയം? ചില ജില്ലകളെ പ്രത്യേകിച്ച് വക്രീകരിക്കുകയും ക്രിമിനലുകളാക്കുകയും ചെയ്യുന്നു. നിരവധിയായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിച്ചതല്ലേ? ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെന്താ? ഗർഭിണികളായ സ്ത്രീകൾക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ SHOയുടെ കയ്യിൽ നിന്ന് മുഖത്ത് അടി കിട്ടുന്ന തരത്തിലുള്ള എത്ര വീഡിയോകൾ ഇവിടെ പുറത്തേക്ക് വന്നു. ആരാണ് നിയന്ത്രിക്കാനുള്ളത്? ഇവിടുത്തെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ പിന്നിൽ ഒരു വിഭാഗം പോലീസ്, ഇവിടെ നടക്കുന്ന എല്ലാ കൊള്ളയുടെയും പിന്നിൽ ഒരു വിഭാഗം പോലീസ്, നാട്ടിൽ നടക്കുന്ന സകല തോന്നിവാസങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് സംരക്ഷണം നൽകാനും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു വിഭാഗം പോലീസ് അതിനു വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നു. അത് തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? മനസമാധാനത്തോടുകൂടി കേരളത്തിന്റെ പല നഗരങ്ങളിലും കുട്ടികളെ പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ഒരു സംരക്ഷണ ബോധം നഷ്ടപ്പെട്ടില്ലേ? മയക്കുമരുന്ന് കേസുകളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളം മാറി. സ്വന്തം ആൺമക്കളുള്ള വീട്ടിൽ മനസ്സമാധാനത്തോടു കൂടി പണ്ട് അമ്മമാർ സഹോദരിമാർ കിടന്നുറങ്ങുന്ന ഒരു കാലം, ആ കാലം ഇന്ന് കേരളത്തിൽ മാറി. മക്കൾ ബലാത്സംഗം ചെയ്യുന്ന അമ്മമാർ, അനിയന്മാർ ബലാത്സംഗം ചെയ്യുന്ന സഹോദരിമാർ, എത്ര കേസുകൾ. ഈ രീതിയിലേക്ക് കേരളത്തിന്റെ യുവത്വത്തെ തള്ളിവിടാനും ആ കച്ചവടത്തിന് പ്രോത്സാഹനം നൽകാനും അതിന് കൂട്ടു നിൽക്കാനും ആ കച്ചവടത്തിന്റെ ഭാഗമാകാനും കേരളത്തിലെ ഒരു വിഭാഗം പോലീസ് നിരവധി തവണകളായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നിൽ വരികയാണ്. ഇതിനൊരു മാറ്റമുണ്ടാകണം. അതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത്. കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയും പറഞ്ഞു പറ്റിച്ച് വീണ്ടും മൂന്നാമതും അധികാരത്തിലേക്ക് കടന്നു വരാൻ കഴിയുമെന്ന കണക്കുകൂട്ടലുകൾ ഇവിടെ പൊളിയുകയാണ്. അതല്ലേ കേരളത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പിണറായി ഇപ്പോഴും ഈ വിറളി പിടിച്ചു നിൽക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജനങ്ങളുടെ മുന്നിൽ കൊടുത്ത കളവായ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ, ഈ നാടിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ആ വോട്ട് നേടിയെടുക്കാമെന്ന കണക്കുകൂട്ടലുകൾ പാടെ മാറുകയാണ്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇന്ന് എവിടെയാ സ്ഥിതി? തൊഴിലാളികളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മുദ്രാവാക്യം ഏതെങ്കിലും ഒരു പ്രകടനത്തിൽ, സഖാക്കൾ നടത്തുന്ന പ്രകടനത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഫെബ്രുവരി 6 തൊട്ട് കഴിഞ്ഞ മാസം വരെ 7.5 മാസക്കാലം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തി നമ്മുടെ സഹോദരിമാര്, ആശാവർക്കർമാർ. എന്താണ് സമരം? 7300 രൂപയാണ് ഒരു സഹോദരിക്ക് 30 ദിവസം രാപ്പകലില്ലാതെ അധ്വാനിച്ചാൽ കിട്ടുന്നത്. കേവലം 230 രൂപക്കടുത്ത്. അതൊന്ന് വർദ്ധിപ്പിച്ചു തരണം, അതൊന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ 6.5 മാസം സമരം നടത്തിയിട്ട് തിരിഞ്ഞു നോക്കിയോ ഈ ഗവൺമെന്റ്? ഒരാളും തിരിഞ്ഞു നോക്കാനുണ്ടായില്ലല്ലോ. ആ സമരം നടത്തിയ സഹോദരിമാർക്കെതിരെ നിരവധിയായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. പോലീസിനെ വെച്ച് വർദ്ധിച്ചൊടുക്കാൻ ശ്രമിച്ചു. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും മനസ്സിൽ തട്ടിയ ആ സമരം, അവരുടെ കണ്ണീര് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലുണ്ട്. തൊഴിലാളികൾക്ക് വേണ്ടി അധികാരത്തിൽ വന്ന ആ ഗവൺമെന്റ് തൊഴിലാളികളെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ടാറ്റയും ബിർളയും അദാനിയും
ഞങ്ങളുടെ പാർട്ട്ണർമാരാണ് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന തലത്തിലേക്ക് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ മാറിക്കഴിഞ്ഞു. അത് ഈ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കൾ തിരിച്ചറിയുകയാണ്. പശ്ചിമ ബംഗാളിലുണ്ടായ അവസ്ഥ, ത്രിപുരയിലുണ്ടായ അവസ്ഥ, ഈ പാർട്ടിക്ക് ഇതാ കടന്നു വരാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്നത് കേരളത്തിലെ തൊഴിലാളികളും സഖാക്കളുമാണ്. അവരിൽ ഒരു വിഭാഗമാണ് തിരിച്ചു ചിന്തിച്ചത്, അവരിൽ ഒരു വിഭാഗമാണ് തിരിച്ചിവിടെ വോട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടി വരുമ്പോൾ 80-ൽ പരം സീറ്റുകൾക്ക് മാത്രമാണ് UDF മുന്നിൽ നിൽക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വന്ന വോട്ട് ആന്റി പിണറായിസം, പിണറായിസത്തിനെതിരെ വന്ന വോട്ട് തുലം പരിമിതമാണ്. കാരണം ഇത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്, ആ പ്രദേശവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. പക്ഷേ യഥാർത്ഥ പിണറായിസത്തിനെതിരെയുള്ള വോട്ട് വരാൻ പോകുന്നത് ഏപ്രിൽ മേയിൽ നടക്കാൻ പോകുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ഒരു സംശയം നിങ്ങൾ കരുതണ്ട. തെരഞ്ഞെടുപ്പിന്റെ ദിവസം അന്നത്തെ രാവിലെ പോളിംഗ് ബൂത്തിലെ ഏറ്റവും മുന്നിൽ ആദ്യം വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവർ UDFന്റെ പ്രവർത്തകരാവില്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായിരിക്കും. ഈ പിണറായിസത്തിനും ഈ മരുമായിസവും കേരളത്തിന്റെ മണ്ണിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമോ CPM-ഓ കേരളത്തിൽ ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത് ഇവിടുത്തെ സഖാക്കൾക്കാണ്. അവര് തന്നെയാണ് പ്രതികരിക്കാൻ പോകുന്നത്. ഈ നാട് രക്ഷപ്പെടുക മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ ഈ പിണറായിസത്തിന്റെ കുടുംബാധിപത്യ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നവരാണ്. കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, മരുമോനിസത്തിന്റെ അപ്രമാദിത്വമില്ലാത്ത ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലുണ്ടോ? ബ്രാഞ്ച് സെക്രട്ടറി ആരാണ്? പിണറായി. ലോക്കൽ സെക്രട്ടറി ആരാണ്? പിണറായി. ഏരിയ സെക്രട്ടറി ആരാണ്? പിണറായി. ജില്ലാ സെക്രട്ടറി ആരാണ്? പിണറായി. സംസ്ഥാന സെക്രട്ടറി ആരാണ്? പിണറായി. ആ പിണറായിസത്തിന്റെ കരാളഹസ്തങ്ങൾ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിവേര് കാർന്ന് തിന്നുകയാണ്. ജനങ്ങളുടെ അഭിപ്രായം, പണ്ട് മൂടാടി അങ്ങാടിയിൽ ഇവിടെ ഒരു ഓലക്കൊടി ഇളകിയിട്ടുണ്ടെങ്കിൽ AKG സെന്ററിലെ വിവരം അറിയും. ഈ നാടിന്റെ ഗ്രാമങ്ങളിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും, ആ ചലനങ്ങൾ രാഷ്ട്രീയമായിട്ട് പഠിക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനുമുള്ള സംവിധാനം ഉണ്ടായിരുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ന് അങ്ങനെ വല്ലതുമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ സഖാക്കളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കുമോ? രേഖപ്പെടുത്തുന്ന അഭിപ്രായം റിപ്പോർട്ട് ചെയ്യപ്പെടുമോ? ആ രീതിയൊക്കെ മാറിയില്ലേ? ബ്രാഞ്ച് കമ്മിറ്റി ഉണ്ടെങ്കിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ആള് വന്നിരിക്കുകയാണ്. മതി, പറഞ്ഞതൊക്കെ മതി, അങ്ങോട്ട് പറഞ്ഞത് കേട്ടാൽ മതി. ലോക്കൽ കമ്മിറ്റിയിലും ഇത് സ്ഥിതി. ജില്ലാ കമ്മിറ്റി നടക്കുമ്പോ, ചർച്ച നടക്കുമ്പോൾ സംസ്ഥാന കമ്മിറ്റി വരികയാണ്. ഈ കഴിഞ്ഞ പാർട്ടിയുടെ 14 ജില്ലകളിൽ നടന്ന എല്ലാ സമ്മേളനങ്ങളിലും പിണറായി പോയിട്ട് അവിടെ ഇരിക്കുകയാണ് ചർച്ചയില്. ആരെങ്കിലും ഉണ്ടോ? ഒരാളെ മിണ്ടാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന പാർട്ടി സഖാക്കൾ ഇവിടെ ഉണ്ടാകും, അവർക്കറിയാം ഈ സത്യം. കേരളത്തിലെ ഒരു ഘട്ടത്തിലും ബ്രാഞ്ച് തൊട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ ഒരക്ഷരം പിണറായിക്കെതിരെ പറയാൻ ശേഷിയില്ലാത്തവരായി ആ പാർട്ടി മാറി. അതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത്. അതിന്റെ ദുരന്തമാണ് ആ പാർട്ടി അനുഭവിക്കുന്നത്. അതിന്റെ വലിയ ദുരന്തമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് അനുഭവിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളാണ്. മിണ്ടാൻ വഴിയില്ല, സംസാരിക്കാൻ വഴിയില്ല. മൊബൈൽ ഫോണിൽ ഫേസ്ബുക്കിൽ 2 വരി എഴുതിയാൽ ആളെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സംവിധാനങ്ങൾ മാറി. കോൺഗ്രസുകാർക്കും UDFകാർക്കും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും സാധാരണക്കാർക്കും പ്രതികരിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രതികരിക്കുക? പാർട്ടി ഓഫീസിൽ പോയിട്ട് പാർട്ടി ചർച്ചകളിൽ പോലും അവർക്ക് മിണ്ടാൻ കഴിയുന്നില്ല. ഇത് താങ്ങാൻ ശേഷിയുള്ള പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മറ്റൊരു വഴിയുണ്ട്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന് മറ്റൊരു മാർഗമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ എവിടെയാ? ഈ ചർച്ചകളിലും ഈ തിരുത്തലുകളിലും ഈ പ്രാദേശിക പഠനങ്ങളിലും അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നട്ടെല്ലാണ് ചർച്ചകൾ എന്ന് പറയുന്നത്.
അത് വെട്ടി നിരത്തി പിണറായി. പിന്നെ ഇങ്ങനെ സംവിധാനം നിലനിൽക്കും? ആ സംവിധാനം ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. അത് തകർന്നടിയുകയാണ്. പിണറായിയുടെ കയ്യിൽ നിന്ന് കേരളത്തെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മോചിപ്പിച്ചില്ലെങ്കിൽ ആ തൊഴിലാളി വർഗ പാർട്ടി കേരളത്തിൽ നിലനിൽക്കില്ല എന്ന് തിരിച്ചറിയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കളാണ്. അവരാണ് ഇവിടെ തിരിച്ചറിയുന്നത്. അവരാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ന് നമ്മൾ കണ്ട ഈ റിസൾട്ടിന്റെ 10 ഇരട്ടി ശക്തിയിൽ അവർ പ്രതികരിക്കാൻ പോകുന്നത്. അതിന്റെ പ്രതിഫലനം കേരളത്തിലൊട്ടാകെ ഉണ്ടാകും. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്ന് കിട്ടിയ വോട്ടിന്റെ കണക്കനുസരിച്ച് 80 നിയമസഭാ സീറ്റിലാണ് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ നിന്ന് ഒരടി കൂടി മുന്നോട്ട് വെച്ച് 110-115 സീറ്റിലേക്ക് കേരളത്തിലെ ഈ നിയോജക മണ്ഡലങ്ങൾ മാറി മറിയും.